നിക്ഷേപങ്ങളിലും സ്റ്റാർട്ടപ്പുകളിലും കേരളത്തിന്റെ വളർച്ച അഭിമാനകരമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുക്കം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുകളുള്ള പദ്ധതികൾ വരണമെന്നും ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റി അതിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റങ്ങളുണ്ടായതും ഏറെ അഭിമാനിക്കാവുന്ന വളർച്ചയാണെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുക്കം കേന്ദ്രമായ പ്രവർത്തനം ആരംഭിക്കുന്ന ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടമുണ്ടായി. തൊഴിൽ മേഖലയിലും കൂടുതൽ സാധ്യതകൾ തുറന്നു. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുള്ള പദ്ധതികൾ വരണമെന്നും ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റി അതിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ ഉന്നത വിദ്യാഭ്യാസ സർവേ പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 43% ആയി ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കേരളത്തിലെ ഈ 8-9 വർഷക്കാലത്തെ മാറ്റമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വാർഷിക സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് ലിസ്റ്റ് അതിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ സംസ്ഥാനത്തിന്റെ പേരായി നമ്മുടെ കേരളത്തെ അടയാളപ്പെടുത്തിയെന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റിന്റെ ഘട്ടത്തിൽ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 300 അതിലൂടെ ആകെ ഉണ്ടായിരുന്നത് 3000 തൊഴിലവസരങ്ങൾ, 50 കോടി രൂപയുടെ നിക്ഷേപവും. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് 300 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 6100 സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മുക്കം എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാൻ വി വസീഫ് അധ്യക്ഷനായി. വെബ്സൈറ്റ് ലോഞ്ചിംഗ് ലിൻഡോ ജോസഫ് എം.എൽ.എ. നിർവഹിച്ചു. പി.ടി. റഹീം എം.എൽ.എ. ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു. ടി. വിശ്വനാഥൻ, ഒ. മുഹമ്മദ് ഫസൽ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജ് സെക്രട്ടറി മൊയ്മോൻ ഹാജി, അൻസാരി സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ സി.ടി. റഹീം, ഡോക്ടർ മത്തായി, വയലിൽ അബ്ദുള്ള കോയ ഹാജി, വ്യവസായ പ്രമുഖരായ കുഞ്ഞാലി പാണ്ടികശാല, ഫസൽ, പാലക്കിൽ അബൂബക്കർ, എം.എം. അജാസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇ യാക്കൂബ് ഫൈസി, വി കെ വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.